ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ യുഎസിന്റെ കേന്ദ്ര ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതാണ് സ്വർണത്തിന് ഇപ്പോൾ പുത്തൻ ഉണർവ് നൽകിയത്. പലിശ നിരക്ക് 0.5% കുറച്ചതോടെ യുഎസ് കടപ്പത്ര ആദായ നിരക്ക് അഥവാ ട്രഷറി ഈൽഡ്, യുഎസ് ബാങ്കുകളുടെ നിക്ഷേപ പലിശ എന്നിവ താഴ്ന്നു. ഇത് ഗോൾഡ് ETF പോലുള്ള സ്വർണ്ണ നിക്ഷേപ പദ്ധതികളുടെ സ്വീകാര്യത കൂട്ടുന്നു. പലിശ നിരക്കും ട്രഷറി ഈൽഡും താഴ്ന്നതിനാൽ ഡോളറും ഒപ്പം താഴേണ്ടതാണ്. എന്നാൽ US ഡോളർ ഇൻഡെക്സ് കരകയറ്റം തുടങ്ങി. രാജ്യാന്തര സ്വർണ്ണ വ്യാപാരം ഡോളറിലാണ് നടക്കുന്നതെന്നിരിക്കെ ഡോളർ ശക്തിപ്പെട്ടതും സ്വർണത്തിന് ഡിമാൻഡ് നഷ്ടമായിട്ടില്ലെന്നതും വില കൂടാൻ ഇടയാക്കി. ഇന്ത്യൻ രൂപ റെക്കോർഡ് താഴ്ചയിലേക്ക് നിലംപൊത്തി. 90.33 എന്ന സർവകാല താഴ്ചയിലേക്ക് പതിച്ച രൂപ വീണ്ടും കൂടുതൽ തകർന്ന് 90.56 രൂപ തളരുമ്പോൾ സ്വർണത്തിന്റെ ഇറക്കുമതി ചെലവ് കൂടും. ഇതും സ്വർണ്ണവില നിർണയത്തിൽ പ്രതിഫലിച്ചു. രാജ്യാന്തര വിപണിയിൽ ലാഭമെടുപ്പ് സമ്മർദ്ദമുണ്ടാവുക, ഡോളർ തളരുക, രൂപ മെച്ചപ്പെടുക തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ സ്വർണ്ണവിലയുടെ കുതിപ്പിന് താൽക്കാലികമായെങ്കിലും വിരാമമുണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാക്സ്.